സാമൂഹ്യമായിക്കോട്ടെ, ബന്ധങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയാലും എവിടെയും കിട്ടാത്തതൊക്കെ നമുക്ക് ഫിജിക്കാർഡ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഞാൻ മുന്നോട്ട് പോവുകയാണ്, ഒരു ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഒരു സെമിനാറിൽ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലെ, കമ്പനിയുടെ ഇന്നലെ റാങ്ക് അപ്ഡേഷനായ സുദർശൻ സാറ്. ഇനി ഈ ഒരു കോൺസെപ്റ്റിലേക്ക് പരിചയപ്പെടുത്തി സാറിന്റെ ഒരു ഫോൺ കോളിനപ്പുറത്തേക്കാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ സാറിനെ പറ്റി പറഞ്ഞാല് പേരാവൂർ സ്വദേശിയാണ്, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന് പറയുന്ന സ്വദേശിയാണ്. ഒരു കാർഷിക മേഖലയിൽ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, പരിചയക്കാരാണ്. ഒരു കാർഷിക മേഖല ഒരുപാട് വർഷക്കാലം പ്രവർത്തിച്ച് ഇന്ന് ഒരു ബിസിനസ്സുകാരനായി എന്താണ് ഫിജിക്കാർഡ് എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തെളിയിച്ചുകൊണ്ട്, കാരണം ഒരു ഫുൾ ടൈമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, ഫുൾ ടൈമായി ചെയ്തുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഫിജിക്കാർഡ് ഇല്ലാത്തൊരു സ്ഥലത്ത്, പേരാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫിജിക്കാർഡിന്റെ വലിയ വേരുകളില്ലാത്തൊരു സ്ഥലത്ത് വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് കമ്പനിന്റെ 7ാമത്തെ റാങ്ക്, ഡിവിഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറയുന്ന റാങ്കിലേക്ക് ഇന്നലെ അപ്ഡേറ്റ് ആയ സുദർശൻ സാറിന് ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ, കാരണം എനിക്ക് അങ്ങനെ പറയുന്നതിന് വലിയൊരു കാര്യം അതിന്റെ പുറകിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്റെ ലീഡറാണല്ലോ, ഞാൻ കൊണ്ടുവന്ന ലീഡറാണ് അല്ലെ. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ആ സാറിന് ഏറെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഞാൻ ഈ ഒരു ക്ലബിലേക്ക്, റൈസപ്പിന്റെ 7 ക്ലബിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സുദർശൻ സാർ. സാർ ഓഡിബിൾ അല്ലേ? ഓക്കെ, സംസാരിച്ചോളൂ സാർ. എന്തായാലും ജോസാറ് വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് വിശേഷങ്ങൾ കൂടിപ്പോയോ എന്ന് തോന്നുന്നു. എന്റെ ഒരു സുഹൃത്തു കൂടിയാണ്, എന്റെ ക്ലാസ്മേറ്റ് ആണ്, അതോടൊപ്പം തന്നെ ബാല്യകാല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് തന്നെ ഈ ഒരു അവസരത്തില്, ഇപ്പൊ ഇന്നത്തെ ഒരു റൈസപ്പിന്റെ ഒരു 7 AM ഇങ്ങനെ ഒരു സ്ഥാനത്ത് ഇരിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത് ഒട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നോ അല്ലെങ്കിൽ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ഭാര്യ സഹോദരൻ അളിയന്റെ ഒരു നിർബന്ധപ്രകാരം കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ മതി, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ള സമയത്ത് ആദ്യമൊക്കെ ഞാൻ വലിയ തോതിൽ എതിർത്ത ഒരാളാണ്. ഒരു 4 മാസത്തെ ഫോളോ അപ്പിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നത്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലെ. ഏകദേശം ഒരു 987 പേരോളം എനിക്ക് മീറ്റിംഗിലുണ്ട്. ആ സമയത്ത് പുതുതായിട്ട് ചേർന്നവരുണ്ടാവാം, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവാം, ചിലപ്പോ പുറത്തുള്ള ഒരു ഗസ്റ്റിന് പോലും ഇന്നത്തെ ഒരു ഇതിന്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടാവാം. പൊതുവെ നമ്മള് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മണി ചെയിൻ ആണെന്നുള്ള ഒരു ചിന്താഗതിയോടെ കാണുന്ന ആൾക്കാരിലേക്കാണ് ഞാൻ പറയുന്നത്. ഒരു 4 വർഷം കൊണ്ട് ഒരു കമ്പനിയുടെ 13 റാങ്ക് ഉള്ളതിൽ ഒരു 7ാമത്തെ റാങ്കിലേക്ക് ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നെ പോലത്തെ ഒരു സാധാരണക്കാരന് ഇത് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഞാൻ ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു 4 വർഷം മുമ്പാണ്, കൊറോണയുടെ കാലഘട്ടത്തിലാണ്. വളരെ നിർബന്ധപ്രകാരം ഒരു സമയത്ത് എന്റെ മകൻ ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി ഡിഗ്രിക്ക് പോകുന്ന ഒരു സമയത്ത് ആണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരുപാട് പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു ടൈമില് ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ജോയിൻ ചെയ്യണം. നമുക്കറിയാം, ഒരു 100 പോയിന്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സമയത്ത് വളരെ ഇതിനോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് മേഖലകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്, ഇതൊക്കെ തട്ടിപ്പാണ് എന്നുള്ള ചിന്താഗതി ഇരുന്ന ഒരാൾ, ഒരു നാട്ടുപുറത്തുകാരൻ തന്നെയാണ് ഞാൻ. അപ്പൊ ആ ഒരു സമയം ഒരു നിർബന്ധത്തിന് വഴങ്ങി, ആളെ മുഷിപ്പിക്കണ്ടല്ലോ എന്ന് മാത്രം കരുതിക്കൊണ്ട് മകനൊപ്പം പോകുന്ന സമയത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ വേണം, അതിൻ്റെ അകത്ത് വാങ്ങാമെന്ന് മാത്രം കരുതിക്കൊണ്ട് കടന്നു വന്ന ഒരാളാണ് ഞാനത്. ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തും ആളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാനിത് ചെയ്യൊന്നുമില്ല, നിന്നെ മുഷിപ്പിക്കേണ്ട, എനിക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കടന്നു വന്ന ഒരാളാണ്. പക്ഷെ ഈ ബിസിനസ് എന്താണെന്ന് പതിയെ മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാകും, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. ഇത് പറയുന്ന സമയത്ത് ഒരാൾ വിശ്വസിക്കുന്നില്ല, ഇതൊക്കെ തട്ടിപ്പാണ്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളൊക്കെ ഇവിടെ കുറെ വന്നിട്ട് 6 മാസത്തിനുള്ളിൽ പോയിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞത്, അളിയൻ പറഞ്ഞെന്ന് അറിവിച്ച് ഞാൻ പറഞ്ഞു ഇത് ബോച്ചയുടെയാണ് ഇന്നതാണെന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞത്, പിന്നെ ബോച്ച ഇപ്പോ സോപ്പും പേസ്റ്റും വിൽക്കുന്ന കമ്പനിയും
പുതപ്പ് വിൽക്കുന്ന കമ്പനിയും ബെഡ്ഷീറ്റ് വിൽക്കുന്ന കമ്പനിയും ആള് ഗോൾഡിന്റെ ബിസിനസ്സാണ് ചെയ്യുന്നത്, നിന്നെ ആരോ പറ്റിച്ചതാണെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പെട്ടുപോയി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ അവിടെ തുടക്കം എന്ന് പറയുന്നത്. എന്തോന്ന് അറിയില്ല, ആ ഒരു സമയത്ത് ഒരു ടേണിംഗ് പോയിന്റ് പോലെ എന്റെ നാട്ടിൽ ബോച്ചെ ഒരു കടയുടെ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് വന്ന് ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പോയി കാണാൻ പറ്റി എന്നുള്ളത് എന്റെ അടുത്ത് എനിക്കത് സംസാരിക്കാൻ പറ്റി, ആളുടെ അടുത്ത് നിൽക്കാൻ പറ്റിയ സമയത്ത് ചോദിക്കാൻ പറ്റി. ആൾ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എന്റെ അന്നത്തെ ഒരു മാനസികാവസ്ഥ സാറേ കട്ടാവുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലല്ലോ. സാറിന് എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലേ സുധീർ സാറേ, സാറെന്തോ ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ സുധീർ സാറേ, ഓക്കെ ആണോ? സാറേ ഓക്കെ ആണോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ഓക്കെ ഓക്കെ, സംസാരിച്ചോളൂ സാറേ. ഒരു സാങ്കേതിക തടസ്സമാണെന്ന് തോന്നുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മൊബൈലിൽ പെട്ടെന്ന് ലിങ്ക് കട്ടായി. അപ്പൊ ഞാൻ എന്തായാലും വൈഫിന്റെ ഫോണിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണല്ലേ. ഇതുപോലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ വരും, നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഉള്ളതുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവായിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ വീണ്ടും ശ്രമിച്ചു, നമുക്ക് നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ബിസിനസ്സിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബോച്ചെ എന്ന വ്യക്തിയെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആള് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്, ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ സമയത്തും സത്യം പറഞ്ഞ ഇതൊന്നും എനിക്ക് തലയിൽ കയറിയില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ ഒരു കൃഷിയും ആയിട്ട് നടക്കുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ ബോധ്യമില്ല. പക്ഷെ ഇത് ആളുടെ ഒരു ബിസിനസ് ആണെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് പണിയെടുത്താൽ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞു. ഒരു സാധാരണ കൃഷിക്കാരനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. എന്തും വരട്ടെ എന്ന് വെച്ച് മുന്നോട്ട് ഇറങ്ങി. ആ ഒരു സമയത്തും വളരെയധികം നെഗറ്റീവാണ് കേൾക്കുന്നത്. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ ആ ഒരു സമയത്ത് ഈ ബിസിനസ്സിനായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആളെന്ന രീതിയിൽ എൻ്റെ അളിയൻ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ സംശയങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. അതുപോലെ അതിന്റെ മുകളിലേക്കുള്ള അപ്ലൈൻ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും എനിക്ക് ചെയ്തു തന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെയുള്ള സവനയമുകള്, BOPകള്, ഇതിലൊക്കെ എന്നെ തുടക്കത്തിൽ കൃത്യമായി പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു, കൊണ്ടുവന്ന ആൾക്കും അതുപോലെ അപ്ലൈൻ ലീഡേഴ്സിനും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്നെ പോലുള്ള ഒരുപാട് സാധാരണക്കാർ ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊക്കെ ക്യാമറ അന്ന് ഓണാക്കിയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ഒരുപാട് ആൾക്കാർ വീട്ടിലെ ജോലി ചെയ്തുകൊണ്ടും എന്നെ പോലുള്ള കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് എനിക്കും തോന്നി എനിക്കും പറ്റുമെന്നുള്ളത്. ആ സമയത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു സാറിന്റെ ഒരു ഫോട്ടോ വന്ന സമയത്ത് കാസർഗോഡുള്ളതാണ്. ആളെന്ന് എനിക്കൊരു 4ാമത്തെ റാങ്കിലാണ് ഉള്ളത്. ആ ഒരു സമയത്ത് അയാളൊരു ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് രാവിലെ 7 AM ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടു. അപ്പൊ ഞാനും അതേ തൊഴിൽ ചെയ്യുന്ന ഒരു ആളായതുകൊണ്ട് എനിക്ക് തോന്നി എന്നെ കൊണ്ടും പറ്റും എന്ന് എനിക്കൊരു തോന്നൽ അവിടെ വന്നു. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടെന്ന് ഉള്ള സമയത്താണ് നമുക്കൊരു ധൈര്യം വരുന്നത്. അല്ലെങ്കിൽ കുറെ വിദ്യാഭ്യാസം ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകില്ലായിരുന്നു. പിന്നെ അതിനേക്കാളൊക്കെ അപ്പുറം രാവിലെ വന്ന് ഇതുപോലെ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുന്ന പോലെയൊക്കെ സമയത്ത് ആദ്യം ഞാൻ കരുതി ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും, നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ പഠിച്ചു ചെയ്യുന്നതാണെന്ന്. പക്ഷെ പിന്നീട് ഓരോ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്കത് ബോധ്യമായി തുടങ്ങി, നമ്മളെപ്പോലത്തെ സാധാരണക്കാരാണ് ഇതിനകത്ത് വന്നിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കയറി വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന സമയത്ത് എനിക്കും തോന്നി തുടങ്ങി നമുക്കും ചെയ്യാൻ പറ്റുമെന്നുള്ളത്.
അപ്പൊ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഒരു ചലോബാരം എന്ന് പറഞ്ഞ പ്രോഗ്രാം, ഇതിനകത്ത് പങ്കെടുത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. ആ ഒരു പ്രോഗ്രാമിൽ എനിക്കും കൂടെ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിൽ കുറച്ച് പുറകോട്ട് പോവാം. ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു 15 ദിവസം കൊണ്ട്. അപ്പൊ ഞാൻ ഈ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വൈഫും എന്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കാറുണ്ട്. അപ്പൊ ആൾക്കൊരു താല്പര്യം വന്നു തുടങ്ങി. ഇത് ഒരുപാട് ലേഡീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആളും എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്കും ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആ ഒരു തുടക്ക സമയം ആയതുകൊണ്ട് നമുക്കറിയാം ഏകദേശം ഒരു ഇത്ര എമൗണ്ട് ഒക്കെ മുടക്കി നമ്മൾ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും കിട്ടി തുടങ്ങിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയാണ്. പക്ഷെ ആളെ സംബന്ധിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിവാഹത്തിന് ശേഷം ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല. എന്നോടൊപ്പം കൃഷിയിൽ സഹായിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആളുടേതായ ആവശ്യങ്ങൾക്കുള്ള പൈസയൊക്കെ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കണം. അപ്പൊ ആൾക്കും തോന്നി തുടങ്ങി ഇത് നല്ലതാണെന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരു മനസ്സോടുകൂടി ഞങ്ങൾ അങ്ങ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ടൊക്കെ ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം എൻ്റെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു വില ഉണ്ടാവും അല്ലെ, നമ്മുടെ നാട്ടിൽ നമ്മളെ പറ്റി ഒരു വില ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ ഇറങ്ങിയ സമയത്ത് ആള് മോശം പരിപാടിയൊന്നും ചെയ്യില്ല, ആള് കുടുംബമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു സ്വന്തം കാര്യം നോക്കി ജീവിച്ചു പോകുന്ന ധാരണയിൽ ഞങ്ങളെ അറിയുന്ന കുറച്ച് പേര് എന്തായാലും കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിയാൽ മതിയല്ലോ, അവരങ്ങനെയുള്ള പോയിലൊന്നും ചെന്ന് പെടില്ല എന്നുള്ളൊരു തീരുമാനം അവരുടെ ഭാഗത്തുണ്ടായ സമയത്ത് ഞങ്ങളുടെ കൂടെ കുറച്ച് പേര് വന്നു. ആ ഒരു സമയത്ത് ആ വരുമാനങ്ങളൊക്കെ അക്കൗണ്ടിൽ വന്നു തുടങ്ങിയ സമയത്ത് ഒരു ധൈര്യമായി ഞങ്ങൾക്ക്. എങ്കിലും പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് വലിയ നെഗറ്റീവുകളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും കൂടെ ആളെ പിടിക്കാൻ ഇറങ്ങുന്നു, പിന്നെ ജമ്പനും തുമ്പനും ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് കുറച്ച് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാണ്, ഫസ്റ്റ് ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധുവിന്റെ അടുത്താണ് വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് ആ വീട്ടിലുള്ളവരെ നമ്മൾ എന്താ പറയാ ഈ ആക്രി വെറുക്കാൻ വരുന്നവരോടുള്ള ഒരു പെരുമാറ്റം എന്ന രീതിയിൽ ഞങ്ങളെ പുറത്താക്കി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അന്ന് വൈഫിന്റെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് അവിടുന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പക്ഷെ അതൊരു വാശിയായിരുന്നു. കാരണം ഈ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ സമയത്ത് അതൊരു വാശിയായി മാറി. നമ്മളെപ്പോലെ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയ സമയത്ത് നമുക്കതൊരു ധൈര്യമായി മാറി. അതിന്റെ ഭാഗമായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്കുകളിലേക്ക് ഞങ്ങൾ വന്നു, റിസൾട്ട് കിട്ടി തുടങ്ങി. പിന്നീട് ആള് പോലും പിന്നീട് ഞങ്ങളോട് ചോദിച്ചു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരെയും വാക്കുകൾ കൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത്. ഇന്നത്തെ ഒരു 7am ഞാൻ എന്നൊരു വ്യക്തി ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളെ കളിയാക്കിയവരെയും പുച്ഛിച്ചവരെയും ഞാൻ പറയുന്നത് അവർക്ക് വാക്കുകൾ കൊണ്ടല്ല മറുപടി കൊടുക്കേണ്ടത്. ഒരിക്കലും അഹങ്കാരത്തോടു കൂടി പറയുന്നതല്ല, നമ്മുടെ വിജയം കൊണ്ടാണ് അല്ലെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തരാം. ആ കളിയാക്കലുകൾ കേട്ടുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിജിക്കാട്ടെന്നല്ല, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ തുടക്കത്തില് നമുക്കൊക്കെ അന്നേരത്ത് പറഞ്ഞു തരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങൾ നല്ലതാണെന്ന് തോന്നി ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നിങ്ങളെ വിമർശിക്കുകയും നിങ്ങളെ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10-20 പേരെ നിങ്ങൾക്ക് തൽക്കാലം മാറ്റി നിർത്താൻ, തൽക്കാലമാണ് കേട്ടോ, തൽക്കാലം ഒന്ന് മാറ്റി നിർത്തി നമുക്ക് വിശ്വാസവും നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ അത് വിജയിക്കാൻ പറ്റും 100%. അതിന് മാതൃകയായിട്ട് ഞാൻ മറ്റാരെയും ചൂണ്ടിക്കാണിക്കില്ല, ഞാൻ എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കും. കാരണം ആ ഒരു വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇറങ്ങിയ സമയത്ത്, ഞാനും വൈഫും ഒക്കെ ഇറങ്ങിയ സമയത്താണ് ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുള്ള ചില അച്ചീവ്മെന്റുകൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അപ്പൊ ആ ഒരു സമയത്ത് വരുമാനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻകം പോസ്റ്റ് ഒക്കെ അടിച്ചിടും, ആ സമയത്ത് സ്റ്റാറ്റസ് ഇടുന്നു, അന്നേരം കളിയാക്കലുണ്ടായിരുന്നു. ഇതൊക്കെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം, അവിടെ തെളിവുകൾ നമുക്ക് വേണമല്ലേ. ഞാനൊക്കെ തുടക്കത്തിൽ അപ്പൊ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പാസ്ബുക്ക് ഉപയോഗിക്കുക, ബാങ്കിന്റെ പാസ്ബുക്ക് അല്ല, ഇപ്പം ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ മാറിയ സമയമല്ല അന്ന് പാസ്ബുക്കുള്ള സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് എന്തായിരിക്കും, പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് മേടിച്ചത് അല്ലെ, ആ വരുമാനം വന്ന ഡേറ്റ്, ഏത് കമ്പനിയിൽ നിന്നാണ്, ഇതൊക്കെ കണ്ട സമയത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടാവും നമ്മുടെ അല്ലെ നാട്ടിലുണ്ടാവും. നല്ലൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം അഡീഷണൽ ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറച്ച് അവരിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ അതിന് മുതൽ നല്ലൊരു ടീം അവിടെ സെറ്റായി, ആ ടീമിലൂടെ വർക്കുകൾ നല്ല രീതിയിൽ നടന്നു, ആ ഒരു സമയത്ത് വരുമാനങ്ങളൊക്കെ എത്തി തുടങ്ങി. അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളതാണ്. സോറി, ജലദോഷം ചെറിയതുകൊണ്ട്, ചുമയുള്ളത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമുക്ക് ഒറ്റയ്ക്കൊന്നും നമുക്ക് ചെയ്തു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. നല്ലൊരു ലീഡർ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ്സിൽ എനിക്ക് തുടക്കത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് പലപ്പോഴും ലീഡേഴ്സ് പറയാറുണ്ട് ഇതിന്റെ പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. ആദ്യമായിട്ട് ഇതിന്റെ ചെലവ് പറഞ്ഞ ഒരു പ്രോഗ്രാമില് പെരുമ്പാവൂർ അല്ല അങ്കമാലി അഡ്ലക്സിൽ വെച്ച് നടക്കുന്ന സമയത്ത് എന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള എന്നെ കൈപിടിച്ച് നടത്തിയ ഈ ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള സൗമ്യ മാഡം,
അസന സാറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാനന്ന് നമുക്കറിയാം നമ്മുടെ ഒരു രീതികളല്ലേ, കൃഷിക്കാരെന്ന രീതിയിൽ നമുക്ക് പുറത്തോട്ട് അങ്ങനെ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ അപ്പോ വിളിച്ചു വരുത്തി ഇതിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യകത. അപ്പം അളിയനെ എറണാകുളത്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആളെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി ആളുടെ ഒപ്പം എത്താമല്ലോ എന്നുള്ള ധാരണയിൽ ഞാൻ അവിടെ എത്തിപ്പെട്ടു. കാരണം ശരിക്കും നമ്മളെ ഒരു മെസ്മറസ് ചെയ്തെന്ന് പറയുന്ന പോലെ നമ്മളെ അതിലേക്ക് എത്തിക്കുകയാണ്. നമ്മളൊക്കെ തുടക്കത്തിൽ നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, രാവിലത്തെ മീറ്റിംഗിൽ കയറണം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ ഒരു ഫിസിക്കൽ ഒരു BOP കയറണം എന്ന് പറയുന്ന സമയത്തൊക്കെ നമുക്ക് മടി ഉണ്ടാവും. ആ സമയത്തൊക്കെ കൃത്യമായ രീതിയിൽ ഒരു നിർബന്ധമല്ലാതെ ഒരു ശാസ്ത്രിക്കലല്ലാതെ സ്നേഹപൂർവമായ ഇടപെടലിലൂടെ ഞങ്ങളെ അവിടെ എത്തിച്ചു എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ച് ആ ഒരു ചെലവ് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ എത്തിയ സമയത്ത് ഏകദേശം ഒരു 25,000-30,000-ഓളം ആൾക്കാർ അവിടെ കണ്ട സമയത്ത്, ഇത്രത്തോളം ആൾക്കാർ ഫിജി കാർഡ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ അതൊരു വിശ്വാസമായി. നമ്മൾ ഒറ്റയ്ക്കല്ല. പലരും എന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞത് ഇത് കൂലിയും ജോലിയൊന്നും ഇല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നാണ് തുടക്കത്തിൽ വന്നത്. അപ്പൊ അതൊന്നും അല്ല എന്ന് തിരിച്ചറിയാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു ചെലവ് പറഞ്ഞ പ്രോഗ്രാം. അപ്പൊ അതിൽ എത്തിപ്പെട്ട സമയത്ത് എന്നെ പോലുള്ള ആൾക്കാരും അതുപോലെ സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആൾക്കാരും ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ സമയത്ത് എനിക്കതൊരു വിശ്വാസമായി. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇന്നത്തെ ഒരു സ്ക്രീനിൽ നമുക്ക് നോക്കുന്ന സമയത്ത് അല്ലെ, കൗണ്ട് നമുക്ക് നോക്കാം, 1K ആയിട്ടുണ്ടല്ലേ. എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന 1000-ലധികം പേരുണ്ട്. കുറെ പേര് കയറാൻ പറ്റാത്തവരും ഉണ്ടാവാം അല്ലെ. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതൊന്നും അറിയാൻ വേണ്ടി ശ്രമിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് പലരും ഈ ബിസിനസ് പുറത്തുനിന്ന് കേൾക്കുന്ന നെഗറ്റീവുകൾ കേട്ട് ഈ ബിസിനസ് എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്ത് പരാജയപ്പെട്ടത് അതുപോലുള്ള ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാലും, അത് ഫിജി കാർഡ് മാത്രമല്ല, ഏതൊരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലും അതെന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളൊന്ന് പഠിക്കണം. കാരണം നമ്മൾ ആരും നെറ്റ്വർക്ക് ബിസിനസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പം അറിയില്ലാത്തൊരു മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ഒന്ന് അറിയാനും പഠിക്കാനും ശ്രമിക്കണം. അതാരാ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നമ്മളെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അവർ ഇതിൽ വന്നിട്ട് നമ്മളെക്കാൾ മുന്നേ വന്ന് വിജയങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ അവരെ ഒന്ന് കേൾക്കാനും അംഗീകരിക്കാനും, ഞാൻ അനുസരിക്കണം ഒരിക്കലും ഞാൻ പറയുന്നത്, ഒന്ന് അംഗീകരിക്കാനും ഇതെങ്ങനെ ചെയ്യണം എന്നൊന്ന് നമുക്കൊന്ന് പഠിച്ചെടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് ഒരുപാട് ലീഡേഴ്സ്, അസന സാറ്, സൗമ്യ മാഡം, അതുപോലെ ഇടുക്കിയിൽ നിന്നുള്ള സ്മിത മാഡം, ഇവരൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ വെള്ളം കുടിപ്പിച്ച ഒരു ലീഡറാണ് ഞാനെന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എന്റെ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇവരെയൊക്കെ ദിവസവും വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും അവര് സാറിന് ഇത് ഇഷ്ടമുണ്ട് ചെയ്താൽ മതി, ഞങ്ങളൊക്കെ ചെയ്തിട്ട് ഇത് വിജയിച്ചതാണ് എന്നൊരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നീ സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്റെ ഒരു ക്യാരക്ടർ വെച്ചുകൊണ്ട് അന്നെന്ന് വെച്ചാൽ എന്റെ രീതികളെന്ന് വെച്ചാൽ എടുത്തിയാടി എന്ത് കാര്യം വന്നാലും അപ്പൊ സംശയം ചോദിച്ച് അവരെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്ന ഒരാളാണ്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പറയും, എന്റെ അപ്ലൈൻ ലീഡർ, എന്നെ കൊണ്ടുവന്ന ആളല്ലെങ്കിൽ പോലും എന്റെ അപ്ലൈൻ ലീഡർ സൗമ്യ മാഡം വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. എന്റെ സംശയങ്ങൾക്ക് അനുസരിച്ച് അതിന് മറുപടി തന്ന്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ അകത്തേക്ക് ജോയിൻ ചെയ്യിച്ച ഒരാളെ കൊണ്ടുവന്നാൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് അവരെ മാറ്റിയെടുക്കാതെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളൊന്ന് മാറിക്കൊണ്ട് അവരും നമ്മളും നിന്ന് മിങ്കിൾ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും എന്റെ അഗത്യത്തെ സമയമെടുത്തവരാണ്. എന്റെ രീതികൾക്കനുസരിച്ച് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്കും അതുപോലെ കഴിയണം. കാരണം വളരെ സംശയങ്ങൾ ഉണ്ടാവും, അവർക്ക് ആശങ്കകൾ ഉണ്ടാവും. പുറത്തുനിന്ന് കേൾക്കുന്ന നെഗറ്റീവുകളിൽപ്പെട്ടവരുടെ മാനസികാവസ്ഥ വളരെ പ്രശ്നങ്ങളായിരിക്കും. ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന ആൾക്കാർക്ക് നമുക്ക് ഡെയിലി ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അവരുടെ നിരവധി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും, അവർക്ക് സംശയങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സമാധാനപരമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മുടെ കമ്പനിയുടെ പ്ലാനിൽ നമുക്കൊരു 4C പറ്റി പറയുന്നുണ്ടല്ലേ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. കാരണം ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്ത് വിജയിക്കാനാവില്ല. നമുക്ക് നമ്മുടെ കൂടെ നല്ലൊരു ടീം ഉണ്ടാവണം. ആ ടീമിനെ നമുക്ക് നിർത്താൻ പറ്റണമെങ്കിൽ എന്ത് വേണം, നല്ലൊരു മാനേജ്മെന്റ് ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് മാറണം. കാരണം ആൾക്കാരെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളെല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിനൊക്കെ മറുപടി കൊടുത്ത് അവരുടെ സംശയങ്ങൾ തീർത്തുകൊണ്ട് നമുക്ക് നിലനിർത്താൻ പറ്റുന്നിടത്താണ് ഈ ബിസിനസിന്റെ വിജയം. ഇതൊക്കെ തുടക്കത്തിൽ എന്നെ സംബന്ധിച്ച് ഇതൊന്നും അറിയില്ല. നമ്മൾ എന്താ പറയാ, എന്ത് പറഞ്ഞാലും നിലവിലുള്ള സ്വഭാവം വെച്ച് ചിലപ്പം ദേഷ്യമായിരിക്കും അവരോട്, ചിലപ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കില്ല. പക്ഷെ അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. കൃത്യമായ രീതിയിൽ അവരുടെ സംശയങ്ങൾ തീർത്ത് നല്ലൊരു ടീമിനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ, ഇന്നലെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ജോസാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്നലെ കമ്പനിയുടെ 7ാമത്തെ റാങ്കിലേക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തു. ഏകദേശം ഒരു 35,000 പോയിന്റ് നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ റാങ്കിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ. ഇപ്പോഴും ചിലപ്പോൾ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഇന്നത്തെ 7 AM ആദ്യമായിട്ട് കയറുന്ന ആൾക്കാരുണ്ടാവാം.
അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവാം, ഇവർക്കൊക്കെ എത്ര കിട്ടിയിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഒരു 100 പോയിന്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2000 രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ 35,000 പോയിന്റ് മാച്ച് ചെയ്യുന്ന സമയത്ത് എത്ര വരുമാനം നമുക്ക് ലഭിച്ചത്? കാരണം ഈ ഒരു ബിസിനസ്സിൽ ഒരു കള്ളത്തരവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം വളരെ സുതാര്യമാണ് അല്ലെ? കൃത്യമായ സർക്കാരിലേക്ക് GST നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, 5ഓളം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി അല്ലെ? ഇതൊക്കെ നമ്മളൊന്നും അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി പുറത്തുനിന്ന് കേൾക്കുന്ന നെഗറ്റീവുകൾ കേട്ടുകൊണ്ട് അതിലേക്ക് പോയി നിർത്തിയിട്ട് പോയ ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ടീമിലും ഉണ്ട്. അവരെയൊക്കെ പരമാവധി നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഞാൻ പറയാണ്, ഇന്നലെ നമുക്കറിയാം ഏപ്രിൽ 1 അല്ലെ? ഏപ്രിൽ 1 എന്ന് പറയുന്നത് നമുക്ക് എന്താ, നമ്മളെല്ലാവരും ഇത്രയും കാലം പഠിച്ചു വെച്ചിട്ടത് ഒരു വിഡ്ഢി ദിനം, ആൾക്കാരെ ഫൂളാക്കാൻ പറ്റുന്ന ഒരു ദിവസം. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഈ കഴിഞ്ഞ ഏപ്രിൽ ഇന്നലെ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വിഡ്ഢി ദിനമല്ല. എന്റെ വീട്ടിലേക്ക് എനിക്കും വൈഫിനും കൂടി ഏകദേശം ഒരു 14,000 സംതിങ് രൂപ അക്കൗണ്ടിലേക്ക് വന്ന ഒരു ദിവസമാണ് ഫിജി കാർഡിലൂടെ അല്ലെ? അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഫിജി കാർഡ് ഒരിക്കലും മറ്റൊന്നല്ല അല്ലെ? മുമ്പൊക്കെ എനിക്കൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഞാനൊക്കെ എപ്പോഴും വിചാരിച്ചിരുന്നതാണ് നല്ല സമയം വരട്ടെ എന്തെങ്കിലും ചെയ്യാമെന്ന്. പക്ഷെ ഫിജി കാർഡിൽ വന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സമയത്തെ നമുക്ക് നല്ലതാക്കാൻ പറ്റുമെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നല്ല സമയം വരെ. ഞാനൊക്കെ ഈ ബിസിനസ് പലരുടെ അടുത്തും പറയുന്ന സമയത്ത് ഇപ്പൊ ചെയ്യുന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, ഇപ്പോഴത്ര നല്ല സമയമല്ല. ഞാൻ ഫിജി കാർഡിൽ വന്നിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സമയം നല്ലതാക്കുന്നത് നമ്മളാണ്. അതിനായിട്ട് നമ്മളൊന്ന് ഇറങ്ങി തിരിച്ചാൽ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ പറ്റുമെന്ന് എന്നെ ഈ ബിസിനസ് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുക അല്ലെ? അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിൽ എനിക്ക് നവംബർ ആ മാസത്തിൽ ഏകദേശം 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇതിന്റെയൊക്കെ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ ഇട്ട സമയത്തും പോസ്റ്റായിട്ട് തയ്യാറാക്കി ഇട്ട സമയത്തും ചിലരിൽ നിന്നുള്ള കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടിപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ പലരും കളിയാക്കിയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ ആ സമയത്ത് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത് അല്ലെ? ആ ഒരു സമയത്ത് എന്റെ പേരാവൂർ SBI ബ്രാഞ്ചിൽ നിന്ന് ഞാൻ ആ ഒരു മാസത്തെ നവംബർ 1 to 30 1,11,000 രൂപയ്ക്ക് മുകളിൽ അല്ലെ തെളിവുകൾ നമുക്ക് കാണിച്ചു. ഫിജി കാർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തെളിവുകളാണ് നമുക്ക് സംസാരിക്കുന്നത് അല്ലെ? നിങ്ങളും അത് ചെയ്യണം. ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ കളിയാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. അത് ചെറിയൊരു തുകയായിരിക്കാം, വലിയ വരുമാനങ്ങൾ 500 രൂപയോ 1,000 രൂപയോ ആണെങ്കിൽ പോലും നമുക്കത് പാസ്ബുക്കിൽ പ്രിന്റ് ചെയ്ത് മേടിക്കുക അല്ലെ? ഒരു വീട്ടിൽ നിങ്ങൾ ഈ ബിസിനസിന്റെ പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് അത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതാണ് തെളിവുകളാണ് ഏറ്റവും വലുത്. നമുക്ക് ഫിജി കാർഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ളത് നമുക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലെ? അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ നമ്മുടെ അടുത്തൊക്കെ പല ലീഡേഴ്സും നമുക്ക് പറഞ്ഞു തരാറുണ്ട് പല കാര്യങ്ങളും. ഫിജി കാർഡിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി, കുറച്ച് ഫിജി കാർഡ് തിരിച്ച് സ്നേഹിക്കുമെന്ന്. ഇടുക്കിയിലുള്ള ഒരു ലീഡർ എന്റെ അടുത്ത് തുടക്കത്തിൽ ഇത് പറഞ്ഞത്, ഇങ്ങനെ മീറ്റിംഗിൽ പറഞ്ഞ സമയത്ത് എനിക്ക് ഉള്ളിൽ ഇങ്ങനെ ചിരി വരും. ഫിജി കാർഡ് അന്ന് ഒരു ജീവിയാണോ അല്ലെ? നമ്മുടെ നിലവിലെ ചിന്താഗതിയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു നാട്ടിൻപുറത്തുകാരന്റെ ചിന്താഗതിയിൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ചിന്താഗതി എന്താണ്? ഫിജി കാർഡിനെ സ്നേഹിച്ചാൽ ഫിജി കാർഡ് തിരിച്ച് സ്നേഹിക്കും. നമ്മൾ പട്ടിയും പൂച്ചയും ഒക്കെ നമ്മൾ സ്നേഹിക്കാറുണ്ട്, അത് നമ്മൾ തിരിച്ച് സ്നേഹിക്കാറുണ്ട് അല്ലെ? പക്ഷെ ഫിജി കാർഡ് എങ്ങനെയാ സ്നേഹിക്കുന്നത് തിരിച്ച്? അതൊരു ജീവിയാണോ എന്നുള്ളിൽ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലാകുന്നുണ്ട്. ഫിജി കാർഡിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൂടെ വന്നവരെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് പിന്നീട് അവർ ഈ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി പോകുമ്പോ അവർ ഈ ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വരുമാനങ്ങൾ വന്നു തുടങ്ങും അല്ലെ? ശരിക്കും ഫിജി കാർഡിനെ അന്ന് സ്നേഹിച്ച് കുറച്ച് ലീഡേഴ്സിനെ പാർട്ട്നേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ നമുക്ക് ഇത് ലഭിക്കുന്നത്. ഈ പല വാചകങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് തുടക്കത്തില്ല, ഇതൊക്കെ വലിയ ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഞാൻ ഫസ്റ്റ് ബോച്ചനെ കണ്ട സമയത്ത് ആള് പറഞ്ഞൊരു കാര്യമാണ് അവനവനെ തിരിച്ചറിയുകയാണ്, സ്വന്തം കഴിവിനെ തിരിച്ചറിയുക. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ കൂട്ടുകാർ പലരും പറഞ്ഞു കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല ബിസിനസ്സാണ്, സാധനങ്ങളൊക്കെ വാങ്ങി, ബോച്ച എന്തായാലും ഒരു മോശം കാര്യമാണ്, പക്ഷെ നിന്നെ പോലത്തെ ആൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനൊക്കെ കുറെ കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, നന്നായിട്ട് സംസാരിക്കാൻ പറ്റണം, അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ശരിയാണ്, അന്നത്തെ ഒരാളെന്ന രീതിയിൽ എനിക്ക് ആ ഗുണങ്ങളൊന്നുമില്ല. ഇപ്പൊ നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ലീഡേഴ്സ് പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അയ്യോ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, എനിക്ക് ഇതുപോലെ പ്ലാന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, അവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയില്ല,
ഇത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ട് പുറകോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടാണ് ഞാൻ പറയുന്നത്, ഇതൊന്നും പെട്ടെന്ന് ഒരു ദിവസം ആകുന്നതല്ല. നമ്മൾ കൃത്യമായിട്ട് 7am നമ്മൾ പങ്കെടുക്കുക, നമ്മുടെ BOP-കളിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. എന്തുകൊണ്ടിന് BOP-ൽ പങ്കെടുക്കണം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു സമയത്ത് കമ്പനിയുടെ ഇൻകം പ്ലാൻ എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെ? ഇതിൽ എങ്ങനെയാണ്, പലരും പറയാറുള്ളതാണ്, ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറെ ആളെ ചേർക്കണ്ടേ, ഇതിനൊക്കെ നടക്കാൻ എവിടെയാ സമയം, സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര നാളായി നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയും മറ്റു കാര്യങ്ങളും, എന്നിട്ടും നമ്മൾ എവിടെയെങ്കിലും എത്തിയോ? അല്ലെ? അപ്പൊ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഇരുന്ന് കൊടുക്കാൻ പറ്റണം. ഒരു BOP നമ്മൾ ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? നമ്മുടെ നാട്ടില് BOP-കൾ ഫിസിക്കലായിട്ടുണ്ട്. അതുപോലെ അതിന് പങ്കെടുക്കാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൂം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു സമയത്ത് ഒരു MC, ഒരു പ്ലാന്, ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, ഈ ഒരു സമയത്ത് അവര് വന്നിട്ടുണ്ടായ നേട്ടങ്ങൾ അല്ലെ? ഞാനിപ്പോ സംസാരിക്കാൻ, ഞാനൊരു സാധാരണ നാട്ടുംപുറത്തുകാരന്, അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ പറ്റിയെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ എന്നെ അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് പഠിച്ച് പറയുകയോ എഴുതി വെച്ച് പറയുന്നതായിട്ട് തോന്നും. പക്ഷെ എന്നെ അറിയാവുന്ന കുറച്ച് പേര്, ഇതിനു മുമ്പ് പല പ്രോഗ്രാമുകളിലും പങ്കെടുത്ത് ഞാൻ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ആൾക്ക് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അതൊരു വിശ്വാസമായി മാറും. അതേപോലെ തന്നെ ഒരു ഫിസിക്കലായിട്ട് ഒരു പ്രോഗ്രാമിൽ നമ്മളൊരു പങ്കെടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വെച്ചാൽ നമ്മളെ പോലുള്ള ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ? പക്ഷെ ഇതൊന്നും അറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് അത് മാറിപ്പോവുകയാണ്. ആ പ്രൊഡക്റ്റിന് വില കൂടുതലാണ്, ആ പ്രൊഡക്റ്റ് എന്തിനു കൊള്ളാം, ഇത്രയും സാധനങ്ങൾ എന്തിനു ഒന്നിച്ച് വീട്ടിൽ വാങ്ങി വെക്കണം. നമ്മൾ മനസ്സിലാക്കുക, സാധാരണ ഞാൻ അന്നൊരു 23,500 രൂപയുടെ സാധനമാണ് ഒരു തവണ വീട്ടിലേക്ക് വാങ്ങിയതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 35,000 പോയിന്റ് മാച്ച് ചെയ്ത്, നമുക്കറിയാം 35,000 പോയിന്റ് മാച്ച് ചെയ്ത സമയത്ത് 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം. ഈ കമ്പനിയിൽ വന്നിട്ട് കൃത്യം ഒരു വർഷമാകുന്ന സമയത്ത് ഈ കമ്പനിയുടെ SM എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയതാണ്. SM എന്ന് പറഞ്ഞ റാങ്കിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലെ? ഒരു സ്ഥിര വരുമാനം അവിടെ ലഭിച്ചു തുടങ്ങുന്നുണ്ട്, പിന്നെ ഒരു ഇൻഷുറൻസ് കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു റാങ്കിൽ നിൽക്കുന്ന സമയത്തേക്ക് കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയെടുത്ത ഒരാളാണ് ഞാൻ. എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ 2025 ജനുവരിയിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട സമയത്ത് 2 ഘട്ടങ്ങളായിട്ട് ഏകദേശം 95,000 രൂപയോളം, ഞാൻ 1 ലക്ഷം എന്ന് പറയുന്നില്ല, കറക്റ്റായിട്ട് ഞാൻ ഒരു കള്ളവും പറയുന്നില്ല, 95,000 രൂപയോളം ഇൻഷൂർ ക്ലെയിം ചെയ്തിട്ട ആളാണ്. എന്റെ വീട്ടിലേക്ക് അന്ന് ഞാൻ ഒരു 23,500 സാധനം, ആ വാങ്ങിയ സാധനം ഇന്നും ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ എന്റെ ബെഡ്റൂമിൽ ഇരുന്നാണ് സംസാരിക്കുന്നത്. ആ ബെഡ്ഷീറ്റ് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അന്ന് വാങ്ങിയ പാത്രങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? ഇതൊന്നും മനസ്സിലാക്കാതെ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാനന്ന് ഇട്ടിട്ട് പോയിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഇരുന്നെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ സംസാരിക്കാൻ പറ്റില്ല അല്ലെ? ഞാനൊരു കൃഷിക്കാരനാണ്, ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ടാപ്പിംഗ് ഉണ്ട്, കാട് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ച് ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനത് വാങ്ങുമ്പോൾ ഏകദേശം അന്നത്തെ വില എന്ന് പറയുന്നത് ഒരു 19,000 രൂപയോളാണ്. ആ 19,000 രൂപയുടെ ആ മെഷീൻ വെച്ചുകൊണ്ട് ഞാൻ വർക്ക് എടുത്തിട്ട് എനിക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒരു പശുവിനെ കാണുമ്പോൾ അതിനെ വളർത്തി അതുകൊണ്ടൊരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അതിന് വിലയുണ്ട്. പക്ഷെ ഒരു കശാപ്പുകാരന്റെ മനസ്സിൽ അതിന് ഇറച്ചിയുടെ വിലയെ കാണുള്ളൂ. അപ്പൊ ഒരു ഇറച്ചിയുടെ വില കാണുന്ന കശാപ്പുകാരനായിട്ട് പിജിക്കാട്ടം നമ്മൾ കാണാതിരിക്കുക അല്ലെ? അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അല്ലെ? എന്റെ വീട്ടിലേക്ക് അന്ന് വാങ്ങിയ 23,500 രൂപയുടെ സാധനം കൊണ്ട് ഇത്രയും ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റി. ഒരു അസുഖം വന്ന സമയത്ത് ഇൻഷൂർ ക്ലെയിം ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റി. അതേപോലെ തന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മലേഷ്യ എന്നൊരു ഓഫർ അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു 4 ദിവസം മലേഷ്യ എന്ന് പറഞ്ഞൊരു വിദേശ രാജ്യത്ത് ടൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ ഞാൻ കയറുന്നത്. ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ട് ഈ ഒരു അച്ചീവ്മെന്റ്, ഈ മലേഷ്യ എന്ന ഓഫർ അടിച്ചതിന് ശേഷമാണ് ഞാൻ പാസ്പോർട്ട് പോലും എടുക്കുന്നത്. കാരണം എന്നെ പോലത്തെ ഒരു സാധാരണ നാട്ടുംപുറത്തുകാരന് പാസ്പോർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി മക്കളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാൽ അവർക്കൊക്കെ ജോലി കിട്ടി വിദേശത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കൊണ്ടുപോയാൽ പോകാം. അതുകൊണ്ട് പാസ്പോർട്ട് എനിക്കൊരു ആവശ്യ വസ്തുവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അച്ചീവ് ചെയ്ത സമയത്ത് ആ പാസ്പോർട്ട് പോയി ഞാൻ എടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് കൊലാലംപൂര് അവിടെ പോയി ഇറങ്ങി അവിടെ 4 ദിവസം വിവിധ സ്ഥലങ്ങളിലൂടെ ടൂർ പ്രോഗ്രാമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന മെച്ചപ്പെട്ട ഫുഡ്, താമസിക്കാനുള്ള സൗകര്യം, എന്തിനു പറയുന്നു, വെള്ളത്തിന് അവിടെ പെട്രോളിനേക്കാൾ കൂടുതൽ വിലയുള്ള സ്ഥലത്ത് ആവശ്യത്തിനുള്ള വെള്ളം പോലും നമുക്ക് സ്റ്റോർ ചെയ്തുകൊണ്ട് ആ രാജ്യം മുഴുവൻ സന്ദർശിക്കാൻ പറ്റും. ഇപ്പോഴും തുടക്കത്തിലൊക്കെ ലീഡേഴ്സ് പറഞ്ഞു സ്വപ്നങ്ങൾ പൂക്കുന്ന ഒരു ഇടമാണ് ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക്
ഫിജിക്കാട്ട് എന്താ തിരിച്ച് സ്നേഹിക്കും എന്നുള്ള രീതിയിലൊക്കെ അന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഒരു സത്യം. ഞാൻ എല്ലാവരോടായിട്ട് പറയുന്നത്, ഇപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരും ചിലപ്പോൾ ഈ ഫിജിക്കാട്ട് ഏറ്റെടുത്തിട്ട് ഇതൊക്കെ എന്ത് എന്നുള്ള ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. പ്രായമുള്ള അമ്മച്ചിമാരെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാം അല്ലെ, ഇതിന് വിദ്യാഭ്യാസ പ്രായം ഒന്നും ഒരു ഘടകമല്ല. അതിനൊക്കെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ സ്വപ്ന മേഡം എന്ന് പറയുന്നത് അല്ലെ. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് ഈ കമ്പനിയുടെ 13ാമത്തെ റാങ്ക് അച്ചീവ് ചെയ്ത് ആ 1 കോടി രൂപ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഞാൻ പറയാണ്, അതേ ഒരു വേദിയിൽ വെച്ച് ഈ കമ്പനിയുടെ 6ാമത്തെ റാങ്കിലെ റൈഡർ ഫണ്ട് 50,000 രൂപ എനിക്കും വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അതേപോലെ അല്ലെ, നമുക്കറിയാം സബിത മേഡം അല്ലെ, MBA കാരിയാണ്. 8ാം ക്ലാസ്സുകാരിക്ക് MBA കാരിക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന, ഒരേപോലെ അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്നിട്ടും ഫിജിക്കാട്ട് എന്താണെന്ന് അറിയാത്ത ആരുടെയൊക്കെയോ നെഗറ്റീവുകൾ കേട്ടുകൊണ്ട് വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി അത് ഉപയോഗിച്ചുകൊണ്ട് പൈസ ഡെപ്പോസിറ്റില്ല നമ്മൾ ചിന്തിക്കുക. ഒരുപാട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിയമപരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പലതിലും വെൽനസ് പ്രൊഡക്റ്റുകൾ മാത്രമാണുള്ളത്. അതൊക്കെ കൊണ്ടു നടന്ന് സെയിൽ ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മുടെ ഫിജിക്കാട്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. ഒരു വൺ ടൈം പർച്ചേസിങ് മാത്രം, ഒരു സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കാനുള്ളതല്ല, വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കണ്ട അല്ലെ. അതേപോലെ തന്നെ ഞാനൊരു മറ്റൊരു കമ്പനീനെ പറ്റി ഞാൻ അറിഞ്ഞ സമയത്താണ് മനസ്സിലായത്, അതാത് മാസം വന്നിട്ടുള്ള പോയിന്റുകൾ അതാത് മാസം മാച്ച് ചെയ്ത് നമുക്ക് വരുമാനം ആക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വാഷ് ഔട്ട് ആയി പോകും. നമുക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? നമ്മുടെ വൺ സൈഡ് കയറുന്ന പോയിന്റുകൾ എത്ര നാളായിക്കോട്ടെ അതവിടെ ക്യാരി ഫോർവേഡ് ആയിട്ട് നമുക്ക് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങി അയൽവക്കക്കാർ വന്ന് എടുത്ത് നോക്കി തിരിച്ചും മറിച്ച് ഈ ബെഡ്ഷീറ്റ് ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഇതിൽ സാധനങ്ങൾക്ക് വില കൂടുതലാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളും ആ രീതിയിലേക്ക് ചിന്തിച്ച് പോവുകയാണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കശാപ്പുകാരന്റെ മനസ്സോടുകൂടി ഫിജിക്കാട്ടെ നമ്മൾ കാണുകയാണെങ്കിൽ ഫിജിക്കാട്ടിൽ നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എന്തൊക്കെ നേടാമെന്ന് തെളിയിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ഞാനിവിടെ ഒരു നാട്ടിൻപുറത്തുകാരൻ ഇന്ന് കമ്പനിയുടെ 7ാമത്തെ റാങ്കിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പറയുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും കൂലിപ്പണിക്കാരും വീട്ടമ്മമാരൊക്കെ ഇതിനകത്ത് വന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോഴും നമുക്ക് വിശ്വാസമില്ല. ഇതൊക്കെ തള്ളാണ്. അതാണ് നമ്മൾ പറയുന്നത്, തള്ളാണ്. ഒരു കാര്യവും ഒരു മീറ്റിംഗിലും പങ്കെടുക്കില്ല, ഇതിലൊരു പ്രോഗ്രാമിലും പങ്കെടുക്കാതെ ഇപ്പോഴും മറ്റാരോ പറയുന്നത് കേട്ട്. ഞാനും അങ്ങനെയായിരുന്നു തുടക്കത്തിൽ. ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല, നമുക്ക് കേൾക്കാൻ സമയമില്ല, നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. അന്ന് ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,500 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്ത് രാവിലെ 7 AM ഇരിക്കാൻ പറയുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടാണ്. പണിയെടുക്കാതെ പൈസ ഉണ്ടാവില്ലല്ലോ. ഫിജിക്കാട്ടിൽ രാവിലെ മീറ്റിംഗ് കേട്ടാ പൈസ കിട്ടും. ഞാനും ചോദിച്ചിരുന്നു. പക്ഷേ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സമയത്ത് ഇന്ന് ഞാൻ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും, കാർഷിക മേഖല ജോലികളും ഞാൻ മാറ്റി വെച്ചു. കാരണം ഒരുപാട് പ്രതിസന്ധികളുണ്ട്. റബ്ബറിനാണെങ്കിൽ വില കുറഞ്ഞിട്ടുണ്ട്. കാർഷിക മേഖലയിലെ കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഞാൻ ആ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലി, ഞാൻ പറഞ്ഞു ഞാൻ കൃഷിക്കാരനാണ്, ഒരുപാട് വാഴയൊക്കെ കൃഷി ചെയ്ത ആളാണ്. ഒരു വേനൽ മഴ വരുന്ന സമയത്ത് അത്രയും നാള് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഒരു കാറ്റിൽ തകർന്നടിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് ഇപ്പോഴും ആൾക്കാർ ആ ടെക്നോളജി എന്താണെന്ന് അറിയില്ല. പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് സാധനങ്ങൾ വാങ്ങി തന്നെയാണ്, നമ്മൾ സാധനം വാങ്ങി അത് വീട്ടിലേക്ക് മേടിച്ചോണ്ട് ഇതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം അറിയില്ല. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പല വീടുകളിലും പ്ലാൻ പറയാൻ പോകുന്ന സമയത്ത് വീട്ടമ്മമാരായിട്ടുള്ള പലരും പറയാറുണ്ട് ഹസ്ബൻഡിന് ജോലിയുണ്ട്, പിന്നെ എനിക്ക് ഇതിനൊന്നും കഴിയില്ല. നമ്മൾ മനസ്സിലാക്കുക, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വീട്ടിൽ ഒരാൾ മാത്രം ജോലി ചെയ്താൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലല്ല, ജീവിച്ചു പോകാം. അതിനേക്കാളൊക്കെ അപ്പുറം എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കണം അല്ലെ. ലക്ഷങ്ങളൊന്നും മുടക്കേണ്ടതേ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്ഥിരം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ ഫിജി കടന്ന കമ്പനിയിൽ നിന്ന് ഒരു തവണ വാങ്ങുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാധനങ്ങൾ മേടിച്ചാൽ പിന്നെ എല്ലാ മാസവും 10,000 വെച്ച് കിട്ടുമോ? അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലും ലോകത്തുണ്ടോ? ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ അല്ലെ. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാർഡ് വെട്ടുന്ന യന്ത്രം ഉപയോഗിച്ചിട്ട് ജോലി ചെയ്താണ്. അത് വാങ്ങി എന്റെ വീടിന്റെ അത്തളത്തിൽ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു 3-4 ലക്ഷം രൂപ എടുത്ത് ഒരു ഓട്ടോ വാങ്ങിയിട്ട് വീടിന്റെ മുറ്റത്തിട്ട പൈസ കിട്ടുമോ? അതുകൊണ്ട് ജോലിക്ക് ഇറങ്ങണ്ടേ, അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയണ്ടേ, അതിന് ഡ്രൈവിംഗ് പഠിക്കണ്ടേ, ലൈസൻസ് എടുക്കണ്ടേ, അതിൽ പെട്രോൾ ഒഴിക്കണ്ടേ, അതിന് മെയിൻ്റനൻസുകൾ നമ്മൾ ചെയ്യണ്ടേ, നമ്മൾ വെയിലത്തും മഴയത്തും കാത്തു കിടക്കണ്ടേ, നമ്മുടെ കസ്റ്റമർ വരുന്ന സമയത്ത് അവർ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് ഇറക്കി കൊടുക്കണ്ടേ. അപ്പൊ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മളങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഫിജിക്കാട്ടിൽ ഒരു നെഗറ്റീവും ഇല്ല.
നമ്മളിവിടെ ഒറ്റയ്ക്കാണോ ജോലി ചെയ്യുന്നത്? നമ്മൾ ഒറ്റയ്ക്കാണോ ഇതിനകത്ത് വർക്ക് എടുക്കുന്നത്? ഞാൻ ഇന്ന് ഈ ഒരു റാങ്കിൽ നിൽക്കുന്നുണ്ട്, ഞാൻ എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ മാത്രം കഴിവുകൊണ്ടല്ല. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ അപ്ലൈനും ഡൗൺലൈൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ടായത് കൊണ്ടാണ്. അല്ലെ? മറ്റേത് മേഖലയിൽ നമ്മൾ ജോലി ചെയ്യാണ്, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വരുമാനം ഉണ്ടാക്കുന്നു. ഇന്നിപ്പോ ഏകദേശം ഒരു 1400 മുകളിൽ ടീമിലുള്ള ഒരു ലീഡറാണ് ഞാൻ. ഞാനൊരു അഹംഭാവത്തോടു കൂടി പറയുന്നതല്ല. ഈ 1400 പേരെയും കൊണ്ടുവന്ന ഞാനാണോ? ഞാൻ കൊണ്ടുവന്ന കുറച്ച് ആൾക്കാരിലൂടെ വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വലിയൊരു ടീം ഉണ്ടായി. മറ്റേതെങ്കിലും മേഖലയിൽ പറ്റുമോ? ഞാനൊരു സ്ഥാപനം തുടങ്ങിയോ, മറ്റൊരു കാർഷിക മേഖലയാണ്, ഞാൻ എത്ര പേർക്ക് സാലറി കൊടുക്കണം, അല്ലെങ്കിൽ എത്ര പേർക്ക് കൂലി കൊടുക്കേണ്ടി വരും? അല്ലെ? ഒരു ദിവസം 10,000 12,000 രൂപ വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ വൈഫും കൂടി ഇതിനകത്ത് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെ? ഇന്നലെ മാത്രം എന്റെ വരുമാനം, എന്റെ കുടുംബത്തിലേക്കുള്ള വരുമാനം 14,600 രൂപയാണ്. മറ്റേത് മേഖലയിൽ ജോലി ചെയ്താൽ ഒരു സാധാരണ 10ാം ക്ലാസ്സുകാരന് ഇത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഞങ്ങൾ ഒരു മനസ്സോടുകൂടി, അല്ലെ, വൈഫ് മറ്റൊരു മേഖലയിലും ഞാൻ മറ്റൊരു മേഖലയിലാണ് ജോലി ചെയ്യുന്നെങ്കിൽ ഒരുപാട് അസാരസ്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അല്ലെ? അതിനൊക്കെ മാതൃകയായിട്ടുള്ള ഒരുപാട് ലീഡേഴ്സ് ഞങ്ങളുടെ മുന്നിലുണ്ട്. എന്റെ അപ്ലൈ ലീഡർ സൗമ്യമ്മയുടെ അസന സാർ, അവർ എന്റെ അടുത്ത് പറഞ്ഞാണ്, പെരുമ്പാവൂര് അസന സാർ സൗമ്യമ്മയുടെ എന്ന രീതിയിൽ ഇറങ്ങുമ്പോൾ അതേപോലെ കണ്ണൂര് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റണം എന്ന് പറഞ്ഞ സമയത്ത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുടുംബമായിട്ട് ഇറങ്ങാൻ പറ്റില്ല. അല്ലെ? ഞാൻ എന്തുകൊണ്ടാണ് ലീഡേഴ്സിന് ഇത്രയും ഞാൻ പറയുന്നത് വെച്ചാൽ അവരിതൊന്ന് സപ്പോർട്ട്, നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവാം. മറ്റൊരു ടീമിൽപ്പെട്ട ആൾക്കാരായിരിക്കാം നിങ്ങൾ. നിങ്ങളുടെ അപ്ലൈൻ ലീഡർ പറയുന്നതൊന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. അല്ലെ? അവരെ പുച്ഛിക്കാതിരിക്കുക. ഞാനും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും തുടക്കത്തിൽ ഇയാൾ ഭയങ്കര സംഭവമാണോ എന്നൊക്കെ. ഒന്നുമല്ല. നല്ല മടിയുണ്ടായിരുന്നു. 7am ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. കേൾക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത്, വിളിക്കുന്ന സമയത്ത് 7 പോലും ഞാൻ ഉണ്ടാവില്ല. പക്ഷെ പതിയെ പതിയെ അവരെ സ്നേഹപൂർവമായ ഇടപെടലിലൂടെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റി. ഒന്ന് എന്താ പറയാ, അവർ കേൾക്കുന്നതൊന്ന് മനസ്സ് വെക്കാൻ എന്നെ കൊണ്ട് സമ്മതിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം. നിങ്ങളും നിങ്ങളുടെ ലീഡർമാർ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ട്, ഒരിക്കലും നിങ്ങളെ അവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലീഡർ നിങ്ങളെ വിളിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെ, നമ്മളെ കൊണ്ടുവന്ന ലീഡർ ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരായിരിക്കാം, വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം. പക്ഷേ നമ്മളെക്കാൾ കുറച്ച് മുമ്പ് ഈ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അവര് നമുക്ക് ഗുരുതുല്യരായിട്ട് നമ്മൾ കാണണം. എന്റെ അപ്ലൈ ലീഡർ എന്നേക്കാൾ പ്രായം കുറവുള്ള ആളാണ്. പക്ഷെ ആദ്യമൊക്കെ പറയുന്ന സമയത്ത് എനിക്കും ഇത്തിരി മടിയൊക്കെ ഉണ്ടായിരുന്നു, ഇത്തിരി ജാടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് പറയുന്നത് കേട്ടിട്ട് ഞാൻ മുന്നോട്ട് പോയ സമയത്ത്, എന്റെ അക്കൗണ്ടിൽ വരുമാനങ്ങൾ വന്നു തുടങ്ങിയ സമയത്ത് എനിക്ക് അവരോട് സ്നേഹം തോന്നി തുടങ്ങി, അവരോട് ബഹുമാനം എനിക്ക് തോന്നി തുടങ്ങി. നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ്, നിങ്ങളെ കൊണ്ടുവന്ന ലീഡർ, നിങ്ങൾ ഒരു 7am പങ്കെടുക്കുന്നില്ല, ഒരു BOP പങ്കെടുക്കാത്ത സമയത്ത് നിങ്ങൾ വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ദേഷ്യം വേണ്ട. ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, പഠിക്കുന്ന സമയത്ത് ആ പഠിപ്പിച്ച ടീച്ചർ 2 അടിയും കൂടെ കൂടുതൽ തന്നിരുന്നെങ്കിൽ, വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെയെങ്കിലും എത്തിയാനെന്ന്. അതേ രീതിയിൽ നമ്മൾ ഈ ബിസിനസ്സിനെ ഒന്ന് കാണുക. കാരണം അവര് പറയുന്നതൊന്നും വേസ്റ്റ് അല്ല. കാരണം കൊണ്ടുവന്ന ആൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അല്ലെ? ഇത്രയും സപ്പോർട്ട് നമുക്ക് വേറെ ഏത് മേഖലയിൽ നമുക്ക് കിട്ടും? അല്ലെ? ഈ പേരാവൂർ മേഖലയിൽ ഞാനിത് തുടങ്ങുന്ന സമയത്ത് ഇതുപോലെ ആൾക്കാർ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കമ്പനിയുടെ ഒരു 1ാമത്തെ റാങ്ക് പോലും ആവോ? എന്തായാലും മുടക്കിയ പൈസക്ക് പ്രൊഡക്റ്റ് ഉണ്ട്, അത്രയും ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഈ വാങ്ങിയ വരുമാനം, ഇന്നലെ എന്റെ കുടുംബത്തിലേക്ക് ഇത്രയും വരുമാനം വന്നു എന്ന് പറഞ്ഞു. എന്റെ ടീമിലുള്ള എത്രയോ പേർക്ക് ചെറുതും വലുതായ വരുമാനങ്ങൾ കിട്ടിയ സമയത്താണ് എനിക്ക് കിട്ടിയത്. അല്ലേ? ഞാൻ പറഞ്ഞു, നവംബറിൽ എനിക്ക് 1 ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടിയ സമയത്ത് എന്റെ ടീമിൽ 30,000, 20,000, 15,000, 10,000, 500, 1000 വെച്ച് ലഭിച്ചവരുണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പോഴും നമുക്ക് ബോധ്യമില്ല. നമ്മൾ സമയമില്ല നമുക്ക്, അതാണ് നമ്മുടെ പ്രശ്നം. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നാൽ നമ്മൾ പണമല്ല ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്, നമ്മുടെ സമയമാണ്. നമ്മൾ ഈ കേട്ടിരിക്കുന്ന ഈ രാവിലത്തെ 1 മണിക്കൂർ, അല്ലെ, ഇപ്പൊ ഈ സമയത്ത് നല്ല വാല്യൂ ഉണ്ട്. 7 മണി മുതൽ 8 മണി വരെ സമയത്ത് പലരും പറയാറുള്ളതാണ്, ഈ സമയത്ത് ഒന്നും ഇരിക്കാൻ നേരമില്ല, കുട്ടികളെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകണം. അല്ലെ? ഏതൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാതെ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തില്ല. ചിലരുണ്ട് 1ഉം 2ഉം നെറ്റ്വർക്ക് ഒന്ന് ചെയ്യുന്നവരുണ്ട്, 2 വള്ളത്തിൽ കാല് വെക്കുന്നവര്. അതും പാടില്ല. പിജിക്കാട്ട് ചെയ്യുന്നുണ്ട്, പിജിക്കാട്ട് മാത്രം നമ്മൾ ചെയ്യാം. അതിൽ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുക. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സമയം നമുക്ക് ചെലവഴിക്കാൻ ആദ്യത്തെ ഒരു മൈൻഡ് സെറ്റിൽ നമുക്ക് പറ്റില്ല. ഒരു ദിവസം 1 മണിക്കൂർ പിജിക്കാട്ടിന് വേണ്ടിയിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് രാവിലെ 7am എനിക്ക് കൃത്യമായിട്ട് പങ്കെടുക്കാൻ പറ്റില്ല. ഒരു പകുതി സമയം ഞാൻ പങ്കെടുത്ത് ഞാൻ ജോലിക്ക് പോകും. പക്ഷെ രാത്രി നടക്കുന്ന BOPയിൽ കൃത്യമായിട്ട് ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതെങ്ങനെയാണ്? ഞാൻ വന്നിട്ട് രാവിലെ പെട്ടെന്ന് വന്നിട്ട് BOPയിൽ കയറുന്നതല്ല. എന്റെ അപ്ലൈൻ ലീഡർ വിളിക്കും, എന്റെ അളിയൻ വിളിക്കും, അല്ലെങ്കിൽ അപ്ലൈൻ ലീഡർ വിളിക്കും, സാറിനെ കണ്ടില്ലല്ലോ. എങ്ങനെയാ അവര് പറയാൻ നമ്മൾ ശ്രദ്ധിക്കുക. സാറിനെ BOP കണ്ടില്ല,
സാർ പെട്ടെന്ന് BOP കയറണം എന്നല്ല എന്നോട് പറയുന്നത്. സാറിന്റെ പേര് കണ്ടില്ല, സാറിന്റെ തിരക്കില്ല, ഒന്നും അത് ഓണാക്കി വെക്കാവോ. ഈ ഇടപെടലാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അപ്പൊ നമ്മള് ഇവിടെ ഒരു ബോസ് ഇല്ല, നമ്മൾ അത് ആദ്യം മനസ്സിലാക്കാം. നമ്മുടെ ജോലിക്കാരല്ല ആരും. നമുക്ക് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നല്ല ഇടപെടൽ വേണം. എന്റെ സുഹൃത്ത് ഇപ്പൊ MC ചെയ്തുകൊണ്ടിരിക്കുന്ന ജോസാർ തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് എന്റെ ഒരു വാക്ക് കേട്ട് വന്ന സമയത്ത് ഇപ്പോഴും ഒരു കോള് കയറി വന്നതാണ്, സോറി. വന്ന സമയത്ത് ആളുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു, BOP-കളിൽ പങ്കെടുക്കാൻ പറഞ്ഞ സമയത്ത് ആൾ എന്റെ അടുത്ത് പറഞ്ഞു, വീണ്ടും ആ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്, സോറി. അപ്പോ വന്ന സമയത്ത് ആള് പറഞ്ഞാണ് 7:30 സമയത്ത് BOP വെച്ചാൽ എനിക്ക് കയറാൻ പറ്റില്ല, ലീഡേഴ്സിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം ആ സമയത്ത് വെക്കരുതെന്ന്, പ്രാർത്ഥനയുടെ ടൈമാണെന്നാണ് പറഞ്ഞത്. എന്നെ സംബന്ധിച്ച് ആളെ എനിക്ക് പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആൾ എല്ലാ BOP-കളിലും കൃത്യമായിട്ട് പങ്കെടുത്ത് തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. കുറെ കാലം വരുമാനമൊന്നും ഇല്ലാതിരുന്ന ഒരാളാണ്. പക്ഷെ ഈ ബിസിനസ് എന്താണെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു ദിവസം ആളോട് ചോദിച്ചു, ഇപ്പൊ കൃത്യമായിട്ട് BOP-കളിലൊക്കെ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ച സമയത്ത് ആള് പറഞ്ഞാണ്, വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട്. അമ്മച്ചി പറഞ്ഞു മോനൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, വൈഫിന്റെ ഫോണിലായതുകൊണ്ടാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ വോയിസ് ഓഡിബിൾ ആണോ ജോസാറെ? ഞാൻ ആളെ ഇരുത്തിക്കൊണ്ട് പറയുമ്പോൾ ആളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. നമുക്കൊക്കെ ഇങ്ങനെ മാറാൻ പറ്റണം അല്ലെ? നമ്മൾ എന്താണ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ അതെന്താണെന്ന് അറിയാനും പഠിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു എഫർട്ട് എടുക്കുന്ന സമയത്താണ് ആളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള റാങ്ക് അപ്ഡേഷൻ ആണ്. കാരണം ആ സമയത്ത് നല്ലൊരു ടീമില്ല. പക്ഷെ ആൾ അതിനായിട്ടൊന്ന് ഇറങ്ങി തിരിച്ച സമയത്ത് നല്ലൊരു ടീമായി. ഇപ്പൊ കമ്പനിയുടെ 4ാമത്തെ റാങ്ക് കഴിഞ്ഞ് 5ാമത്തെ റാങ്കിലേക്ക് നിൽക്കുന്നു. മലേഷ്യൻ ഓഫറിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ കമ്പനിയുടെ ടാബ് ഓഫറിലുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ. ആ ഒരു സമയത്ത് ആള് പിടിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം. ഇതുപോലെ നമുക്ക് പറ്റണം. ഇത് എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്ക് ആ മൈൻഡ് സെറ്റ് തുടക്കത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ ആളൊരു ബിസിനസ്സുകാരനാണ്. ബിസിനസിന്റെ രീതികൾ ആൾക്കറിയാം. ബിസിനസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്ന ഒന്നല്ല. ബിസിനസിന്റെ കാറ്റഗറി തന്നെയാണ് നമ്മൾ ഇതുള്ളത് അല്ലെ? ഫിജിക്കാർഡ് ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് വേണ്ട എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും അതിലുണ്ട് അല്ലെ? ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരോട് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റണം, അല്ലെങ്കിൽ ബിസിനസ് പോവും അല്ലെ? അതേപോലെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഇത് എല്ലാവർക്കും പറ്റുമോ? ഇല്ല അല്ലെ? പക്ഷെ ഇതൊക്കെ പറ്റുമോ? എങ്ങനെയാ? അത് ശ്രമിച്ചാൽ മതി. ഇതിനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കാൻ തയ്യാറാവുക. കാരണം ഇതിന് ലക്ഷങ്ങൾ മുടക്കിയിട്ടല്ല നമ്മൾ ഈ ബിസിനസ്സിന് 2 പ്രശ്നങ്ങളുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. നേരെ മറിച്ച് നമ്മളൊരു 5-10 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നതെങ്കിലോ ഇതിന്റെ ഏത് പ്രോഗ്രാമിൽ പറഞ്ഞാലും നമ്മൾ പങ്കെടുക്കും. കാരണം വീടിന്റെ ആധാരം പണയം വെച്ചിട്ടോ ഗോൾഡ് പണയം വെച്ചിട്ടോ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇവിടെ എന്താ? മുടക്കിയ പൈസക്ക് പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, അതിന് വാല്യൂ ഇല്ല. പക്ഷെ ഈ ഒരു ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഈ ബിസിനസ് ഇത് വിജയിച്ച് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്നേ. കാണാനും കേൾക്കാനും നമ്മൾ ഇവിടെ ഇരുന്ന് കൊടുക്കണം. ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. തുടക്കത്തിൽ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ അന്ന് കൊറോണയുടെ ടൈമിലാണ് ഞാൻ അതിനകത്ത് ജോയിൻ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. അന്ന് ഞാൻ ചെറുതേൻ കൃഷി ഞാൻ ചെയ്യുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അതിന്റെ ഒരു ലീഡർ എനിക്ക് ക്ലാസ് എടുത്ത സമയത്ത് ഞങ്ങളോട് പറഞ്ഞാണ്, നിങ്ങൾക്ക് 1 തേനീച്ചപ്പെട്ടി ഉണ്ടാവാം, 5 തേനീച്ചപ്പെട്ടി ഉണ്ടാവാം, 10 ഉണ്ടാവാം, 100 ഉണ്ടാവാം. പക്ഷെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ മുൻധാരണയോട് കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ഇപ്പോഴും നമ്മുടെ ചിന്താഗതി, ഇതൊക്കെ എനിക്കറിയാം. ചിലപ്പോൾ മറ്റൊരു നെറ്റ്വർക്ക് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിലൊക്കെ അറിവുകൾ ഉണ്ടാവാം. പക്ഷെ ഫിജിക്കാർഡിന്റെ രീതി അതല്ല. ഫിജിക്കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫിജിക്കാർഡ് എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കണം. ആ നെറ്റ്വർക്കിന്റെ രീതിയല്ല. പക്ഷെ നമ്മളിൽ പലരും ഇതൊക്കെ എനിക്കറിയാം, ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നേ, എനിക്കിതൊക്കെ അറിയാം. 2 ആളെ ചേർക്കണം, ലെഫ്റ്റും റൈറ്റും ആളെ ചേർക്കണം, മാച്ചിങ് വരും, വരുമാനം ശരി തന്നെയാണ്, വരുമാനം വരും. പക്ഷെ ഫിജിക്കാർഡിന് പ്രത്യേക കുറച്ച് രീതികളുണ്ട് അല്ലേ? ഒരു 1 ടൈം പർച്ചേസിംഗ് ഉള്ളൂ. വെൽനസ് മാത്രമല്ല, അല്ലാതെയുള്ള അതർ പ്രൊഡക്റ്റും നമുക്കുണ്ട്. എല്ലാ മാസം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കണ്ട. കമ്പനിയുടെ ഒരു 3ാമത്തെ റാങ്ക്, SM എന്ന് പറഞ്ഞ റാങ്ക്, സെയിൽസ്മാൻ റാങ്ക് എത്തുന്ന പോലെ നമുക്കൊരു സ്ഥിര വരുമാനമുണ്ട്. 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. നമ്മൾ എടുക്കുന്ന വർക്കുകൾ ക്യാരി ഫോർവേഡ് അവിടെ കിടന്നോളും. സമയത്തിനനുസരിച്ച് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാം അല്ലേ? പിന്നെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, അത്രയും ക്രെഡിബിലിറ്റി ഒരു കമ്പനിയുടെ മാനേജ്മെന്റ് കീഴിൽ നമ്മൾ വർക്ക്. അത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റണം. നിങ്ങൾ എന്താ ചെയ്യുന്ന സമയത്ത് ഞാനൊരു നെറ്റ്വർക്ക് ആണ് ചെയ്യുന്നതെന്നല്ല പറയേണ്ടത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ
Pijika.com എന്ന കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആ ബിസിനസ് തന്നെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റണം. ഇപ്പോഴും നമ്മൾ ഈ ബിസിനസിനെ എന്തോ ചെറുതായിട്ടാണ് കാണുന്നത്. അവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ Pijika എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്റെ ജീവന്റെ വില എന്ന് ഞാൻ പറയും. കാരണം എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ വന്ന സമയത്ത് 1 രൂപ കൊടുക്കാതെ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കിട്ടിയ വരുമാനത്തെക്കാൾ കൂടുതൽ നമുക്കറിയാം. സാധാരണ ഇൻഷുറൻസ് കമ്പനിക്കാരെ ഒന്ന് കഴിഞ്ഞു രണ്ടാമതൊരു കാര്യത്തിന് ചെല്ലുന്ന സമയത്ത് ഇന്നാൾ തന്നതല്ലേ ഇനി അത് തരില്ല എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അത് തരാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നവരാണ്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു വിദേശ രാജ്യം സന്ദർശിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച ഒരു ബിസിനസ്സാണ് അല്ലെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവില്ല, കാരണം നിങ്ങൾക്ക് അത് നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതേപോലെ നിന്ന ഒരു അവസ്ഥ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഈ ബിസിനസ്സിനെ എല്ലാം പഠിച്ചു എന്നല്ല പറയുന്നത്, ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച സമയത്ത്, ഇതൊക്കെ കിട്ടിത്തുടങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് അടിപൊളിയാണെന്ന്. അതേപോലെ തന്നെ ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് ഞാൻ പറഞ്ഞ എന്റെ വൈഫ് ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്റെ മക്കൾ 2 പേരും അത് ജോയിൻ ആണ്. ഞാൻ എന്റെ ടീമിലുള്ളവരോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, വീട്ടിലുള്ളവരെ ആദ്യം ജോയിൻ ചെയ്യിക്കും. പലരും പറഞ്ഞ സമയത്ത് ഇനി ഇതിന് പൈസ വേണ്ടേ, പക്ഷെ അങ്ങനെ ചെയ്തവർക്കൊക്കെ 7 ഇരട്ടി വരുമാനം വാങ്ങുന്നുണ്ട് അല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ഇത്രയും പൈസ വന്നു, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്ത്. ഞാൻ ചേർന്ന ഉടനെ മറ്റൊരാളിലേക്ക് ആ ബിസിനസ് പോയതെങ്കിൽ ആ ഒരു കുടുംബത്തിലേക്കല്ലേ. അപ്പൊ ബിസിനസ്സാണ്, ഒന്ന് ബുദ്ധിപൂർവ്വം നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 1, 2, 3, 4 ഇരട്ടി വരുമാനം വരെ ഒരു വർക്കിലൂടെ നമ്മുടെ വീട്ടിലെത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്റെ അടുത്ത് ഞാൻ മാത്രം നേടാനല്ല നോക്കിയത്, എന്റെ ടീമിലുള്ള മുഴുവൻ പേരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു എളുപ്പമുണ്ട്, ഇങ്ങനെ ഒരു ഗുണമുണ്ട്. 1 എടുക്കുമ്പോൾ 2 കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും, 3 കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. എന്റെ ടീമിലുള്ള മിക്കവരും എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ സഹോദരനുണ്ട്, സഹോദരി ഉണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഓരോ കാര്യങ്ങളും നമ്മുടെ ടീമിന് പറഞ്ഞു കൊടുക്കുക, അവരും വളരട്ടെന്നേ. നമ്മുടെ ഡൗൺലൈൻസ് നടക്കുന്ന വർക്കിന്റെ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അവരൊന്നിച്ച് നിന്ന് വർക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കതിന്റെ ഗുണമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ഒരാളും ഡൗൺ ആകാൻ നമ്മൾ ആഗ്രഹിക്കില്ല, കാരണം അവർക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ നമ്മുടേതാണ്. പക്ഷെ അത് നമ്മുടെ ടീമിന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് വലിയ കാര്യങ്ങളും ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് എനിക്കുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും. കാരണം ഈ ബിസിനസ് ചെയ്ത് വിജയിച്ചവരൊക്കെ സാധാരണക്കാരാണ്, അല്ലാതെ കോടികൾ വരുമാനം ഉള്ളവരോ ഒരുപാട് വാഹനങ്ങളുള്ളവരോ വലിയ വീടുള്ളവരോ ഒന്നുമല്ല. സാധാരണക്കാര് ആയിട്ടുള്ള വലിയ സ്വപ്നങ്ങളുള്ള രക്ഷപ്പെടുന്ന ആഗ്രഹിച്ച ആൾക്കാരാണ് ഇവിടെ അധികം വിജയിച്ചിട്ടുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്ക് വാങ്ങിയ കുറച്ച് പ്രൊഡക്റ്റുകൾ മാത്രമായിട്ട് Pijika ചുരുങ്ങി പോവുകയാണ്. കാരണം മുടക്കിയ പൈസക്ക് പ്രൊഡക്റ്റ് കിട്ടി, ഇനി എന്താ കഴിയില്ല, പോയെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ അതല്ല, ആഗ്രഹങ്ങൾ ഉള്ളവരൊക്കെ ഈ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ട്. ഒരു പാഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം ഈ ബിസിനസ്സിനെ അല്ലെ. അതിലൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലേ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു നാണക്കേടാണോ, 10 പേരോട് പറയുമ്പോൾ അത് അവര് നോ പറയുന്ന സമയത്ത് വീണ്ടും എങ്ങനെ പറയും. പക്ഷെ അതൊക്കെ ഒന്ന് അതിജീവിച്ച് ഒരു സ്റ്റെപ്പ് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീടുള്ള സ്റ്റെപ്പുകളൊക്കെ Pijika തന്നെ പണിതോളൂ. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത്, Pijika ആദ്യം ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയ സമയത്ത് Pijika ഇപ്പൊ എന്നെ സ്നേഹിച്ചു തുടങ്ങി. ഞാൻ പോലും അറിയാത്ത സമയത്ത്, ഈ മലേഷ്യക്ക് പോയ സമയത്ത് പോലും അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരുന്നുള്ളതാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തും അക്കൗണ്ടിൽ പൈസ വന്നു എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ Pijika സ്നേഹിച്ചാൽ തിരിച്ച് മനസ്സിലാക്കി മനസ്സിലായി തുടങ്ങിയിട്ടില്ലേ. അങ്ങനെയുള്ളവരും ഉണ്ടാവാം, ഞാൻ മാത്രമല്ല. ഞാൻ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ നാളുകളിൽ നിങ്ങളും ഇതുപോലെ അല്ലെ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നതിലേക്ക് മാറാൻ പറ്റും 100% ഉറപ്പാണ്. എനിക്കത് ബോധ്യമുണ്ട്. പക്ഷെ ഇപ്പോഴും ചിലപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം അതിന് മൈൻഡ് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ ഞാനൊന്ന് പറയുന്നു, ഒന്ന് വിശ്വസിക്കുക, നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾ തന്നെ സ്വന്തം കഴിവുകളിൽ ഒന്ന് വിശ്വസിക്കുക അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയൊക്കെ തുടക്കത്തിൽ എന്റെ അടുത്ത് അളിയൻ പ്രാൺ പറഞ്ഞ സമയത്ത് എന്നോട് പറയാണ്, അളിയ ഇതുപോലെ ഇരുന്ന് സംസാരിക്കേണ്ടി വരും, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനത് ചെയ്യില്ല. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ ഈ ബിസിനസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നിങ്ങൾ A to Z കാര്യങ്ങൾ പറയണ്ട. കാരണം നമ്മൾ അവർ വീട്ടിലെ കുറിച്ച് പ്രൊഡക്റ്റുകളെ വാങ്ങി, ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാം. എന്നെ സംബന്ധിച്ച് രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിൽ ഇതുപോലെ ഇരുന്ന് സംസാരിക്കണം, രാത്രി നടക്കുന്ന BOP പങ്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നത് ഞാനൊന്ന് ചേരില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ലീഡർ ഉണ്ട്, സക്കീർ എന്ന് പറയുന്ന ആളാണ്, ഇന്ന് കമ്പനിയുടെ 4ാമത്തെ റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാള്. ആളുടെ അടുത്ത് പറയുന്ന സമയത്ത് ഇതിൽ മീറ്റിംഗ് ഉണ്ട് സംസാരിക്കുന്ന ആൾ ചെയ്യില്ല. കാരണം അന്ന് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല, ഒരു അടുക്കും ചിട്ടയില്ല, സംസാരിക്കുന്ന വാക്കുകൾ ഓർഡറിലല്ല. ഇപ്പോഴും വലിയ രീതിയിലായി എന്നല്ല പറയുന്നത്, എങ്കിലും നിങ്ങൾ ഈ ബിസിനസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി. ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരു ബാക്കിയൊക്കെ നമുക്ക് പിന്നാലെ നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാം. ചിലർ പറയാറുണ്ട് അങ്ങനെയൊക്കെ പറയാതെ ചേർത്ത് നാളെ ഇത് പ്രശ്നം. എന്ത് പ്രശ്നം? മുടക്കുന്ന പൈസയ്ക്ക് സർക്കാരിന്റെ GST ബില്ലടക്കം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ നമുക്ക് പ്രശ്നം അല്ലേ? ലക്ഷങ്ങളും കോടികളും മുടക്കിയിട്ടല്ല നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. നമ്മുടെ കൈവിട്ട കളിയല്ല.
ലക്ഷങ്ങളും കോടികളും മുടക്കി നടത്തി എത്രയോ ബിസിനസ്സുകൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി എങ്ങനെ ബിസിനസ്, അതിന്റെ ട്രിക്ക് നമുക്ക് അറിയില്ല തുടക്കത്തിൽ. ആ ട്രിക്ക് നമ്മളെ കൊണ്ടുവന്നിട്ട് നമ്മളെ പഠിപ്പിച്ചു തരും അല്ലെ. ഒന്ന് ഇരുന്ന് കൊടുക്കാനുള്ളൊരു മനസ്സ്, അവര് പറയുമ്പോൾ അതൊന്ന് അനുസരിക്കാൻ ഞാൻ പറയില്ല, അംഗീകരിക്കാവുന്ന രീതിയിൽ ഒരു മനസ്സ് നമുക്ക് ഉണ്ടായാൽ മതി. അനുസരിക്കേണ്ട, അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവരെ അനുസരിക്കാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് അല്ലെ. വിജയിച്ചവരെ ഒന്ന് കാണാനും കേൾക്കാനും കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഒഴിവാക്കാതിരിക്കുക. ഇത്ര മാത്രമേ ഞാൻ ഇത് ചെയ്തിട്ടുള്ളൂ, എനിക്ക് എന്റെ അനുഭവങ്ങളെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എവിടെന്നെങ്കിലും കിട്ടിയ എന്താ പറയാ വലിയ വിദ്യാഭ്യാസം ഉള്ളവരോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇത് സംസാരിക്കാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. പക്ഷെ എന്നെ ഈ ബിസിനസ്സിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ബിസിനസ്സിൽ 1-2 റാങ്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെ. അവർക്ക് എന്നേക്കാൾ കഴിവും കപ്പാസിറ്റി ഉണ്ട്, ഈ ബിസിനസ്സിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അല്ലെ, സംസാരിക്കാനുള്ള കഴിവ്, ആ സംശയം തീർത്തു കൊടുക്കാനുള്ള ഒരു കഴിവ് മാത്രം മതി അല്ലെ. നമ്മുടെ സ്വപ്നമേടൊക്കെ അങ്ങനെയല്ലേ, വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നും അല്ല ഈ ബിസിനസ്സിൽ ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ അറിയാം, അവരുടെ സംശയങ്ങൾക്ക് സമാധാനപരമായിട്ട് മറുപടി കൊടുക്കാൻ അറിയാം അല്ലെ. 26 വയസ്സ് മാത്രമുള്ള ലേഡി സബിത മാഡം അല്ലെ, വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ പരമോന്നത റാങ്കിൽ എത്തിയിരുന്ന 1 കോടി രൂപ വാങ്ങാൻ പോവാണ്. അവരൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ. 8ാം ക്ലാസ്സുകാർക്കും MBA-കാർക്കും ചെയ്യാൻ പറ്റിയ ബിസിനസ്, എന്നിട്ട് നമുക്ക് ഇപ്പോഴും സംശയമാണ് മുന്നോട്ട് പോവോ, എന്നെ കൊണ്ട് പറ്റുമോ. സ്വന്തം കഴിവിനെ നമ്മൾ തിരിച്ചറിയാം. പറ്റുമെന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും, എനിക്ക് 100% ഉറപ്പാണ്. അപ്പൊ ഞാൻ ഒരുപാട് ഇനിയും സംസാരിച്ച് പോകുന്നില്ല. ചീക്കാട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചുള്ള വളരെ സംസാരിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയ അനുഭവങ്ങളും നമുക്ക് കിട്ടിയ കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് എവിടെ എഴുതി വെച്ചെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് ലീഡേഴ്സ് എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു, ഇത്രയും സമയം ഇരുന്ന് സംസാരിക്കാം. നമുക്കുള്ള അനുഭവങ്ങൾ നമുക്ക് പറയാൻ എവിടുന്ന് നമ്മൾ എടുക്കണ്ട, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തനിയെ വന്നോളും അല്ലെ. അപ്പൊ ഇന്ന് ഈ ഒരു 7am ക്ലബിലേക്ക് എന്നെ ഒരു ചീഫ് ഗസ്റ്റ് എന്ന രീതിയിലേക്ക് ഇരുത്താൻ പറ്റിയിട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. നാളെ നിങ്ങൾക്കും ഈ സ്ക്രീനിൽ ഇന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഇതുപോലെ നാളെ വന്നുകൊണ്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഒരുപാട് പേരിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് അവരെയും രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ബിസിനസ് ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ MC ചെയ്ത, എന്നെ പരിചയപ്പെടുത്തിയ എന്റെ ക്ലാസ്മേറ്റ് കൂടി എന്റെ സുഹൃത്തു കൂടിയായ ജോസാറിനും എല്ലാവരും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ റൈസപ്പിന്റെ ഇതിന്റെ പ്രവർത്തകരല്ല ഇതിന്റെ കോർഡിനേറ്റർമാർക്കുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. എന്റെ പേര് ഞാൻ ഒന്നും കൂടി ഞാൻ പറയാം, പേര് സുദർശൻ, കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന സ്ഥലത്താണ്. പേരാവൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഞാൻ പറയാം, ജിമ്മി ജോർജിന്റെ നാടാണ്, അവിടെയാണ് ഞാനുള്ളത്. എന്തായാലും എവിടെയൊക്കെ വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. എനിക്ക് അങ്ങനെ ഉണ്ടായ ഇതുപോലെയൊക്കെ സ്ക്രീനിൽ ഇരുന്ന് സംസാരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത്, അവരെ നേരിട്ട് കാണാൻ പറ്റിയ സമയത്ത് എനിക്കതൊരു വിശ്വാസമായിരുന്നു. അതുപോലെ നമുക്ക് ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ച് നമ്മുടെ പ്രോഗ്രാമുകൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും നല്ല ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ഓക്കെ, താങ്ക് യു ജോസാറെ, താങ്ക് യു.